ഹലോ, ആരാണ് ഹേ ഈ സുപ്രഭാതത്തിൽ സംസാരിക്കുന്നത്? ഞാനാണോ? കേൾക്കുന്നില്ല, ഉറക്കെ സംസാരിക്കണം. ഞാനാണെന്ന് കൃഷ്ണമേനോൻ. അദ്ദേഹം ഇവിടെ ഇല്ല. എടോ, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. ഫോണിൽ കൂടി നേരിട്ട് കാണാനുള്ള സാങ്കേതിക സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ കൊള്ളാം. യു ഫൂൾ, ഇത് ഞാൻ തന്നെയാണോ കൃഷ്ണമേനോൻ? അയ്യോ, വലിയ മുതലാളിയായിരുന്നോ? ക്ഷമിക്കണം മുതലാളി, ക്ഷമിക്കണം മുതലാളി, ഞാൻ രാമപിള്ളിയാണ് മുതലാളി. താൻ ചെവിയിലാ കുന്ത്രാണ്ടം പറ്റിട്ടില്ലേ? എടോ, വേണു എന്ത് ചെയ്യുന്നു? അല്ലാതെ എന്ത് ചെയ്യാൻ, നല്ല ഉറക്കം. ഞാൻ ഉറക്കോ? ഈ സമയത്തോ? താൻ അവനെ വിളിച്ചുണർത്തിയില്ലേ? That is it, definitely, with bed coffee. Shut up. Oh, yes, മുതലാളി, yes, മുതലാളി, yes, yes, oh. എടോ, ഇന്ന് വേണുവിന്റെ പിറന്നാളാണ്. അയ്യോ മുതലാളി, ഇത് നേരത്തെ അറിയിച്ചില്ലല്ലോ. ഇടയ്ക്ക് കയറി സംസാരിക്കാതെ പറയുന്നത് കേൾക്കൂ. ഇന്ന് വൈകുന്നേരം ഒരു പാർട്ടി. വേണ്ടപ്പെട്ടവരെല്ലാം ക്ഷണിക്കണം. എല്ലാരെയും ഫോൺ ചെയ്ത് അറിയിക്കണം. മഴക്കാലം വരാൻ പോകുന്നുവെന്ന് അറിഞ്ഞ് പല ഫോണും ഔട്ട് ഓഫ് ഓർഡർ ആണ്. എന്നാൽ താൻ നേരിട്ട് പോയി വിളിക്കണം. അങ്ങയെ പ്രതിനിധീകരിച്ച്. എന്ത് കഴിച്ചാലും ശരി, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിരിക്കണം. ശരി മുതലാളി, ശരി. ഞാൻ വരുമ്പോഴെല്ലാം റെഡി ആയിരിക്കണം. വേണുവിനോട് പുറത്തെങ്ങും പോകരുതെന്ന് പറയണം. ഏതെങ്കിലും ഫ്രണ്ട്സിനെ ക്ഷണിക്കാനുണ്ടെങ്കിൽ ക്ഷണിച്ചോളാൻ പറയണം. ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ്, തന്നോട് പറഞ്ഞത് കേട്ടാൽ മതി. ഫോൺ താഴേക്ക്. ഗോവിന്ദ, നാരായണ, മീനാക്ഷി, ഇവരെല്ലാം എവിടെ പോയി കിടക്കുകയാണ്? നിങ്ങളെല്ലാം എന്ത് ചെയ്യായിരുന്നു? ഞങ്ങളുടെ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വലിയ മുതലാളിയുടെ പിറന്നാളാണ്. കൃത്യം 5 മണിക്ക് ഗംഭീര പാർട്ടി. എല്ലാം റെഡി ആയിരിക്കുക. വലിയ മുതലാളുടെ പിറന്നാൾ കഴിഞ്ഞ മാസമല്ലേ കഴിഞ്ഞത്? ഓ, ഇത് കൊച്ചു മുതലാളുടെ ആയിരിക്കും. ചെവിയില കുന്ത്രാണം വെക്കാത്തതുകൊണ്ട് തെറ്റിക്കേണ്ടതായിരിക്കും. നിന്റെ അമ്മമ്മയുടെ കുന്താണമാണ് തെറ്റിക്കേട്ടത്. പറയുന്നത് കേൾക്കണം. ഇന്ന് കൊച്ചു മുതലാളിയുടെ പിറന്നാളാണ്. ഒരെണ്ണത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, ചെവിയും കേൾക്കത്തില്ല. നമസ്കാരം മുതലാളി. വേണു എവിടെ? കൊച്ചു മുതലാളി എവിടെ? കൊച്ചു മുതലാളി എവിടെ? കൊച്ചു മുതലാളി എവിടെ? 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 ഒരേ ഒരു പോസ്. ഈ വേഷത്തിലോ? പ്ലീസ്, എന്റെ സുധയില് ഞാൻ ആരെയും കാണിക്കില്ല. പ്രോമിസ്? പ്രോമിസ്. കം ഓൺ. സ്റ്റൈലായിട്ടൊരു പോസിൽ നിന്ന് എന്ത് പോസ്? കാല് രണ്ടും ചേർത്ത് വെച്ച് ഒരു കൈ എടുപ്പി, മറ്റേത് മുട്ടിൽ. ഷോ. ഗുഡ്. വാടാ എവിടെ? വരെ വരെ നിന്റെ പ്രവൃത്തി പെരുമാറ്റമൊക്കെ വഷളാവാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാകാറാവുമ്പോ എല്ലാം ശരിയായിക്കോളുമെന്ന് കരുതി
ഞാൻ ഒന്നിലും ഇടപെട്ടില്ല. അത് തെറ്റായിപ്പോയെന്ന് ഇപ്പോ മനസ്സിലായി. മതി, ഇനി ഈ കളി തുടരണ്ട. എസ്റ്റേറ്റിലേക്ക് പോകാൻ തയ്യാറായിക്കോ. ഇനി എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നീ നോക്കിയാൽ മതി. എനിക്ക് വയസ്സായി. അവിടെ ആവുമ്പോ കൂട്ടുകാരും കമ്പനിയൊന്നും ഇല്ലല്ലോ. രാമൻപിള്ള കൂടെ വരും. ഉടനെ ഒരു അരി. അതെ, നാളെ തന്നെ. ഇനി ഇവിടെ നിന്നാൽ ഈ കൂട്ടുകെട്ടും ക്ലബും ഒക്കെ ആയിട്ട് എനിക്ക് നീ ഒരുത്തനേ ഉള്ളൂ. ചുമതല എന്താണെന്ന് പഠിക്കാൻ ഇപ്പോൾ തന്നെ വളരെ വൈകിയിരിക്കുന്നു. പക്ഷെ ഡാഡി വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പറയുന്ന അനുസരിച്ചാൽ മതി. ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊച്ചുമുതലാളിയോട് ചോദിക്കുമോ എന്നായിരുന്നു എന്റെ ഭയം. ദൈവാധീനം കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എസ്റ്റേറ്റിലാകുമ്പോൾ ഒരു ശല്യവും. നോ സൊസൈറ്റി, നോ ക്ലബ്, നോ ഗേൾ ഫ്രണ്ട്സ്, നോ ബോയ് ഫ്രണ്ട്സ്, ഓൺലി വർക്ക് 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 വർക്ക്. താൻ അധികം സംസാരിക്കണ്ട. താൻ എസ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടവരോടൊക്കെ സംസാരിച്ച് നിൽക്കാതെ അവനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശരി മുതലാളി. സെന്റർ കണ്ടുകിട്ടിയാൽ ആശാൻ ഗോളടിച്ചത്. ആശാനങ്ങ് പോയാൽ ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ്. ഈ ക്ലബ്ബ് എന്നെ അങ്ങ് പൂട്ടേണ്ടി വരും. സുധ ഇതറിഞ്ഞാൽ ആകെ അപ്സെറ്റ് ആകും. ഞാൻ പോകുന്നില്ല. എസ്റ്റേറ്റിലും പോകുന്നില്ല, വീട്ടിലും പോകുന്നില്ല. പ്രിയപ്പെട്ട വേണുവേട്ടന് അച്ഛന് ഹൈറേഞ്ചസിലേക്ക് ട്രാൻസ്ഫർ ആയി. പുതുതായി വീട് മാറുമ്പോൾ ഞാൻ കൂടി ചെല്ലണമെന്നാവശ്യപ്പെട്ട് അമ്മയും അച്ഛനും വന്നിരിക്കുന്നു. ഹോളിഡേസ് ആണല്ലോ, ഞാൻ കൂടി പോകുന്നു. കണ്ടു പറയാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. അഡ്രസ് താഴെ കുറിക്കുന്നു, അറിയിച്ചിട്ട് വരുമല്ലോ. ഞാൻ കാത്തിരിക്കും. സ്വന്തം സുധ. സുഹൃത്തുക്കളെ, ഞാൻ ഉടനെ പോകുന്നു പീരുമേട്ടിലേക്ക്. എസ്റ്റേറ്റിലും പോവല്ലോ, വീട്ടിലും പോവല്ലോ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ ഫ്രണ്ട്സ്. ഗുഡ് ബൈ. See you after coming from Pyramid. Goodbye. Goodbye, everybody. Goodbye. Goodbye. Hey, Sudha. ഹായ് വേണുവേട്ടാ. സത്യം പറയൂ വേണുവേട്ടാ, എനിക്ക് വേണ്ടി മാത്രം വന്നതോ അതോ എസ്റ്റേറ്റ് കാര്യങ്ങൾക്കോ? അതാണ് ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത്. എന്നെ അയച്ചത് ഒരു കാര്യം, ഞാൻ വന്നത് മറ്റൊരു കാര്യം. എന്നുവെച്ചാ ഞാൻ അവിടെ നിന്നാൽ കൂട്ടുകൂടി നശിച്ചു പോകുന്നു ഫാദേഴ്സിനൊരു തോന്നൽ. പോയി എസ്റ്റേറ്റ് കാര്യം നോക്കടാന്ന് പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ ഫ്രണ്ട്സ് ഇല്ലല്ലോ. ഞാൻ ആകെ വലഞ്ഞു. അണ്ടർഗ്രൗണ്ടിൽ അവിടെ എങ്ങനെ കഴിയാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നിന്റെ കത്ത് കിട്ടിയത്. ഉടനെ പുറപ്പെട്ടു നിന്നെ കാണാൻ. സത്യം? എന്താ സംശയം? നിന്നെ കാണാതെ ഈ എസ്റ്റേറ്റ് കാര്യം നോക്കി എനിക്കിവിടെ കഴിയാൻ സാധിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കൊച്ചുമുതലാളി, എന്താ? ദേഷ്യം തോന്നുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഏതായാലും രാമപിള്ളക്ക് ചോദിക്കാൻ തോന്നിയില്ലേ? ചോദിച്ചോണം. അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓഹോ, എന്നാൽ ചോദിക്കണ്ട. എന്നാൽ ഇല്ലാതെയും ഇല്ല. അതായത് മറ്റേ ജിക് 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 ജിക്. ജിക് 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 ജിക്കോ? ആ അതെ. ഓ, അത് ജിക് 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 ജിക്കൊന്നുമല്ല. അവളുടെ പേര് സുധ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ്. ചതിച്ചു? ചതിച്ചൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. വളരെ താമസിയാതെ വിവാഹവും കഴിക്കും. ഹോൾഡിംഗ്. ആ, ഞാൻ തന്നെ. പറയൂ. കല്യാണം അത്രയ്ക്കായോ? പിന്നെ തന്നെ എന്തിന് കുന്തത്തിനാ ഞാൻ അങ്ങോട്ട് അയച്ചേ? ഞാൻ എന്ത് ചെയ്യാനാണ് മുതലാളി? എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു. അപ്പോ അവളുമായി പ്ലാനിട്ടാണ് അവൻ അങ്ങോട്ട് വന്നത്.
എന്താ ഇത്ര വൈകിയത്? ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഡ്രസ് തുന്നിക്കാൻ പോയിരുന്നു. നിന്നെ തേയില നുള്ളുകാരിയായിട്ട് കാണാൻ ഒരാഗ്രഹം. എവിടെ? ഞാൻ ഇട്ടോക്കട്ടെ. ആ അത് വേണ്ട, ഞാൻ ഉടുപ്പിച്ചേ. അയ്യേ, നാണയില്ലേ ഇപ്പം പിള്ളേരെ ഡ്രസ് ചെയ്യിക്കാൻ? അവളെ അവൻ വേഷം കെട്ടിക്കുന്നു, എന്നിട്ട് താനത് നോക്കി നിൽക്കുന്നു. ഇല്ല മുതലാളി, തുടങ്ങിയതും ഞാൻ ലഞ്ഞിച്ചോടിക്കളഞ്ഞു. എന്നിട്ട് ഓ, വല്ലാത്ത കുളിര് തോന്നി. ഉടനെ തന്നെ പോയി ഒരു സ്വെറ്ററും മഫ്ലറും വാങ്ങി. ഇഡിയറ്റ്, എവിടെ തന്റെ കൊച്ചു മുതലാളി? താൻ എന്റെ ഫോണിൽ കൂടി ഉമ്മ വയ്ക്കുന്നു. ഞാൻ കേട്ടത് അതേപടി അങ്ങോട്ട് കേൾപ്പിച്ചു. ക്ഷമിക്കണം മുതലാളി. അപ്പൊ അത്രത്തോളമായി. ഇനി എന്താണ് എന്റെ പ്ലാൻ? അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വളരെ വളരെ അടുത്തോണ്ടിരിക്കുന്നു മുതലാളി. ഇപ്പോ അവരെതുവരെ എത്തി? ഇനി അങ്ങോട്ട് എത്താൻ ഇടമില്ല മുതലാളി. രണ്ടുപേരും ഒന്നായി എന്ന് വേണമെങ്കിൽ പറയാം. തമാശ കണ്ട് രസിക്കാൻ താനും. പക്ഷെ ദോഷം പറയരുതല്ലോ. എത്ര കണ്ടാലും മതി വരില്ല മുതലാളി. മതി വരുന്നവരെ കണ്ട് രസിക്കാനാണ് ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചത്. ഫൂൾ. PP കോൺ. യെസ്, വേണു ഹോൾഡിംഗ്. ഹലോ ഡാഡി. പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം? വിശേഷമൊക്കെ നിനക്കല്ലേ, സ്വൈരം കിടുന്നത് ഞാനും. ഏതാടാ ആ പെണ്ണ്? സുധ. ഓ സുധ. നീ ചിരിക്കുന്നു, നാണമില്ലേ നിനക്ക്? അതല്ല ഡാഡി, ഞാൻ ചിരിക്കുന്നതിൽ കാര്യമുണ്ട്. കാര്യമോ? അതെ, എനിക്ക് 1000 രൂപ നഷ്ടപ്പെട്ടു. ഞാനും അച്ഛനും മണ്ടന്മാരുമായി. എന്താടാ പറഞ്ഞത്? ഈ രാമൻപിള്ള എന്നെ പറ്റി ഒരു 1000 കള്ളങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറയാറുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, കാര്യമില്ലാത്ത വിഡ്ഢിത്തരങ്ങളൊന്നും കാണിക്കണ്ട, ഡാഡി അതൊന്നും വിശ്വസിക്കില്ല. വിശ്വസിക്കുമെന്ന് അയാളും വിശ്വസിക്കില്ലെന്ന് ഞാനും. അയാൾ 1000 രൂപ പന്തയം വെച്ചു. ഇപ്പൊ തോറ്റോ ഞാൻ. സത്യത്തിൽ? അതെ ഡാഡി, ആൾ അടുത്ത് നിൽപ്പുണ്ട്, ചോദിച്ചു നോക്കണം. ആ കഴുതരക്ക് ഫോൺ കൊടുക്ക്. നമസ്കാരം മുതലാളി. കാര്യം എന്താണെന്ന് വെച്ചാൽ, എടോ മനുഷ്യ, 1000 രൂപയ്ക്ക് വേണ്ടി താൻ എന്നോട് ഇല്ലാത്ത കള്ളമൊക്കെ പറയൂല്ലേ? ക്ഷമിക്കണം മുതലാളി, അറിയാതെ ചെയ്തു പോയ തെറ്റ്. ഇഡിയറ്റ്, താൻ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചിടോ? തനിക്ക് കളിയാക്കാൻ തമാശ പറയാൻ എന്നെ കിട്ടിയുള്ളൂ. കുറെ കൂടിപ്പോകുന്നു. മേലാൽ ഇത് ആവർത്തിച്ചാൽ തന്നെ തൊലി ഞാൻ ഉരിഞ്ഞെടുക്കും. എന്നെ ഇങ്ങനെ ത്രിശങ്ക് സ്വർഗത്തിലാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ കുഞ്ഞ്? കാര്യമില്ലല്ലേ നുണയൻ. ഒരു കാര്യം ഓർത്തോ, ഞങ്ങൾ അച്ഛനും മകനുമാണ്. എന്നാലും ഞങ്ങൾ ഒന്നായിരിക്കും. അനാവശ്യമായി ഞങ്ങളുടെ കാര്യങ്ങളിൽ തലയിട്ടാൽ പൂട്ടുന്നത് തന്റെ തലയായിരിക്കും. ഇവിടെ വിളിച്ചേക്കാം. ഞാൻ എവിടെയൊക്കെ നോക്കി. ഒരു കുരങ്ങച്ചാര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. കുരങ്ങച്ചാരോ? അതെ, ആ കുരങ്ങൻ വാച്ച് ചെയ്യുക മാത്രമല്ല, അപ്പൊ അച്ഛനെ വിളിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഫോണിൽ പറയുന്നുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യാ? ഇവിടെ അടുത്തൊരു ടൂറിസ്റ്റ് ബംഗ്ലാവ് ഉണ്ട്. ഞാൻ ഷൂട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോവാം. താനിനി കൂടുതലൊന്നും സംസാരിക്കണ്ട. എനിക്ക് സത്യം ബോധിപ്പിക്കാൻ ഒരവസരം കൂടി തരണം മുതലാളി. മുതലാളി ഇത്രയിടം വരണം. ഞാൻ രണ്ടുപേരെയും കയ്യോടെ പിടിച്ച് ഏൽപ്പിക്കാം. ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ മുതലാളി വേണമെങ്കിൽ എന്നെ കൊന്നോ. ശരി, ഞാൻ നാളെ വരുന്നുണ്ട്. എങ്ങനെ ഹോട്ടലിലും ടൂറിസ്റ്റ് ഹോമിലൊക്കെ താമസിച്ചാൽ കാണുന്നവർക്ക് എന്ത് തോന്നും? തോന്നുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ മനസ്സിലാക്കി തരാം. ഉണ്ട്. അങ്ങനെ വരട്ടെ.
അവിടെ കിട അവിടെ കിട. നീ ഇവിടെ കാവലിരുന്നു. തട്ടിയാൽ തുറക്കരുത്. ഉം. ഉം. റാസ്കൽ, ബീച്ചും പാർക്കും ഒന്നും പോരാഞ്ഞിട്ട് ടൂറിസ്റ്റ് ഹോമിൽ വന്നിരിക്കുന്നു. ഹോട്ടലുകളെക്കാളും എന്തിന് കോവളം ഗ്രൂവിനേക്കാളും എന്ത് സൗകര്യമാണ് ഇവിടെ. ആരും അറിയില്ല. കൊച്ചു മുതലാളി ആളാരാ? യമണ്ടനല്ലേ? പക്ഷെ ഞാനും വിദ്യ അഭ്യസിച്ചത് അവിടെ നിന്നാണല്ലോ. താക്കോല് പൂട്ടി ഞാൻ പോക്കറ്റിൽ ഇട്ടു. ആരാത്? என்னையா பணம் எடுத்துட்டு வரல சொல்லி போய் எவ்வளவு நேரம் ஆச்சு? நேத்து ராத்திரி தூங்க விடல. முட்டா. അയ്യോ അയ്യോ, ഞാനൊന്നും അറിഞ്ഞതല്ലേ. എന്താ ഇത്? അയ്യോ, ഇന്നലെ രാത്രി മുഴുവൻ ഇയാളും ആ സ്ത്രീയും ഈ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. രാമപിള്ളേ, അയ്യോ, ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് പോലും വർഷങ്ങൾ പലതായി. സത്യം. കടക്കട പുറത്ത്. എന്റെ പൊന്നു മകൻ. പോരുത്. എടാ മഹാഭാവി, നിനക്ക് ഞാൻ 10 രൂപ തന്നതല്ലേ എനിക്ക് സാക്ഷി പറയാൻ? കൊച്ചു മുതലാളി എനിക്ക് 100 രൂപ തന്നു. പിന്നെ ഞാൻ ആർക്ക് സാക്ഷി പറയണം? ആർക്ക് സാക്ഷി പറയണം? നിന്റെ തന്തയ്ക്ക് സാക്ഷി പറ. ഈ വയസ്സുകാലത്ത് ഈ നാണക്കേട് കാണിക്കാൻ തനിക്ക് എങ്ങനെ തോന്നി? അത് എന്റെ മാനേജറായിട്ട് ഇവിടെ താമസിച്ചുണ്ട്. എന്റെ പൊന്നു മുതലാളി, താൻ മിണ്ടിപ്പോകരുത്. തന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് എന്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തടയാനും അവരെ എന്നെ അറിയിക്കാനുമാണ്. എന്നിട്ട് ഭാര്യയും മക്കളുമുള്ള താൻ നാക്കി നരയ്ക്കും പോലെ നരച്ചിട്ടും. ആ പയ്യൻ വെറുതെ പറഞ്ഞായിരിക്കും ഡാഡി. പൈസ ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കൾ രാമപിള്ളയെ മനഃപൂർവ്വം ചീത്തയാക്കാൻ വേണ്ടി. ഞാൻ കണ്ണിന് കണ്ടത് വിശ്വസിക്കരുതെന്നാണോ നീ പറയുന്നത്? നിന്നെ ചാടിക്കാൻ ഇയാൾ ഉണ്ടാക്കി കെണിയാണിത്. ഞാനതിന് കൂട്ടുനിന്നു. ഞാൻ അനുഭവിക്കണം. ബട്ട് ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തുമാത്രം തെറ്റിദ്ധരിച്ചേനെ. ഡാഡി വരുന്ന വിവരം നേരത്തെ അറിയിച്ചെങ്കിൽ ഈ വല്ല തകരാറും ഉണ്ടാവുമായിരുന്നു. ഈ ദുഷ്ടന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ നിന്നെ സംശയിച്ചു. എന്തിന്? മതി. ഇയാളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇന്നത്തോടെ അവസാനിച്ചു. രാമൻപിള്ളേ, ആ പയ്യൻ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? എന്റെ പൊന്നു കുഞ്ഞെ, കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിന്റെ ഫലം ഈ ജന്മം അനുഭവിക്കുന്നു. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാനാണ്? ഭഗവാനെ, താൻ അവിടെ ഇരിക്കണ്ട. വീട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. അക്കൗണ്ടൊക്കെ അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യാം. തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. എന്റെ പൊന്നു മുതലാളി, എന്നെ വയറ്റി തടിക്കല്ലേ. എല്ലാം ഞാൻ അങ്ങക്ക് വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം രാമൻപിള്ളയെ ഫൂളാക്കി. ഇപ്രാവശ്യം പാവ അച്ഛൻ സ്വയം ഫൂളായി. ഇതൊക്കെ വേണുവീട്ടിന്റെ അച്ഛൻ അറിയുമ്പോ ആകെ കുഴപ്പവും. അച്ഛനെല്ലാം അറിയും. നമ്മുടെ കല്യാണ ദേശം അത്ര നേരത്തെ വേണോടാ? കുറെ പിള്ളേരുടെ തന്തകൂടിയായിട്ട് ഞാൻ അറിഞ്ഞാ പോരെ. ആദ്യം രാമൻപിള്ളയെ മണ്ടനാക്കി, പിന്നെ എന്നെ മണ്ടനാക്കി. ഇപ്പോഴാ നിന്റെ ഇടപാടൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? നീ അത്ര പെട്ടെന്ന് എസ്റ്റേറ്റിലേക്ക് വരാമെന്ന് സമ്മതിച്ചപ്പോഴേ ഞാൻ കണക്കാക്കി എന്തോ പന്തികേടുണ്ടെന്ന്. നിന്നെ ആരാടി പെണ്ണെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നേ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. പോകാൻ തയ്യാറായിക്കോ. പോകാൻ. ഞാൻ കൃഷ്ണമേനോനാണെങ്കിൽ നിന്റെ ഈ അഴിഞ്ഞാട്ട് എന്റെ മോനോട് നടക്കില്ല.